എന്തിനാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ആ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്താൽ നമുക്ക് പുതിയ പല പോളിസികളും പല കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും. സ്റ്റുഡൻറ് വെൽനസ് സർവേ, അവരുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ. അതുപോലെ സ്റ്റുഡൻറ് മൈഗ്രേഷൻ സർവേ, അതുണ്ട് ഇവിടെ, പക്ഷേ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പരീക്ഷിച്ച് വിജയിച്ച സെമസ്റ്റർ ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്നുള്ള ആശയം അത് പിന്നീട് നിർത്തി സെമസ്റ്റർ ഇൻ കേരള എന്ന പേരിൽ പുനരാരംഭിക്കും. അതായത് ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഒരു സെമസ്റ്റർ ഔട്ട്സൈഡ് പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെമസ്റ്റർ ഇൻ കേരള എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ അവരുടെ സെമസ്റ്റർ ഔട്ട്സൈഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അല്ലേ സെമസ്റ്റർ ഇൻ കേരള എന്നുള്ള പ്രോഗ്രാമിലേക്ക് എത്തും. അതായത് സ്റ്റുഡൻറ് മൊബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് നമ്മുടെ കുട്ടികൾക്ക് നല്ലതാണ്. കേരളത്തിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ടൂറിസം വകുപ്പുമായി ചേർന്ന് അക്കാഡമിക് ടൂറിസം നടപ്പിലാക്കും. വിദേശ രാജ്യങ്ങളിൽ പോലും എഡ്യൂക്കേഷൻ ഫെയറുകൾ സംഘടിപ്പിക്കും. അതായത് നമ്മൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും കേരളത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എഡ്യൂക്കേഷൻ ഫെയർ എന്ന് പറയുന്നത്. വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പ്രവർത്തനത്തിന് ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. നീതിപൂർവമായ രീതിയിലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരും. കാരണം ഒരു റെഗുലേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുകയാണ്. അവർ കൊണ്ടുവന്ന പല കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളിലൊന്നും അല്ല, ചതിക്കപ്പെടുകയാണ്. 40-50 ലക്ഷം രൂപ മുടക്കി പോകുന്ന കുട്ടികൾ. അപ്പം അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യും. കൃത്യമായിട്ടുള്ള ഏജൻസികളും അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ ബാക്കി ബാക്ക്ഗ്രൗണ്ടും എല്ലാം പരിശോധിക്കും. പിന്നെ നമുക്കൊരു സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളൊരു വാക്കുണ്ട്. ജവഹർലാൽ നെഹ്റു സംഭാവന ചെയ്ത വാക്കാണ്. ആ ഒരു സയൻറ്റിഫിക് ടെമ്പർ കുട്ടികളിൽ ഉണ്ടാക്കണം. ആ ശാസ്ത്രബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റു സയൻറ്റിഫിക് ടെമ്പർ സെൻറ്റേഴ്സ് നമ്മൾ കേരളത്തിൽ ആരംഭിക്കും. അതുപോലെ കേരള ഓപ്പൺ ആക്സസ് ജേർണൽ പ്ലാറ്റ്ഫോം, ജേർണൽസ് കൂടുതൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി, അതായത് റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിസർച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കേരളത്തിൽ തന്നെയുള്ള നാഷണൽ സ്റ്റാൻഡേർഡും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡും ഉള്ള ഓപ്പൺ ആക്സസ് ജേർണൽ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ റിസർച്ചിനെ കുറച്ചുകൂടി അതിൻ്റെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കൂടിയിട്ടാണ്. അതുപോലെ സംസ്ഥാനത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ ഗവേഷണങ്ങൾ നടക്കുന്നതിൻ്റെ ഗുണം നമ്മുടെ സ്റ്റേറ്റിനും കിട്ടണം. ഇപ്പോൾ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ ഒക്കെ നടക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഗവേഷണത്തിൻ്റെ ബലം കൂടി കിട്ടണം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗവേഷണം നടത്തുന്നതിനായിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ചാലഞ്ച് എന്നുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കും, സാലറി ചാലഞ്ചിന് പകരം. അപ്പോൾ ഇത് പൊതുവായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ് വിദ്യാഭ്യാസ രംഗത്ത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ലോകം മാറുന്നതനുസരിച്ചുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടാവണം. ഇപ്പം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു 90% മാർക്ക് കിട്ടിയാൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പഠിക്കാൻ കുട്ടികളില്ല. പല കോഴ്സുകളും പല സിലബസും കരിക്കുലവും ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളത് പഠിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോയി 40-50 ലക്ഷം രൂപ മുടക്കി ഈ പ്രോഗ്രാമുകൾക്ക് പഠിക്കാൻ പോകുന്നത്. കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, ജർമ്മനിയിൽ, UK പോകുന്നത്. അവിടെ പോയി അവർ പഠിക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബൽ ജോബ് മാർക്കറ്റ് വാച്ച് ചെയ്ത് അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നമ്മൾ ആരംഭിക്കും. വിദേശ സർവകലാശാലകളുമായി എങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള പദ്ധതികളുണ്ടാവും. അപ്പോൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, അതാണ് ന്യൂ ജെൻ കരിക്കുലം എന്നുള്ള വാക്കുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ്. പുതിയ കാലത്തെ കോഴ്സുകൾ, പുതിയ കാലത്തെ. പിന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആകെ കുഴപ്പമാണ്. അതെല്ലാം മാറ്റി യൂണിവേഴ്സിറ്റികൾ അക്കാഡമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാക്കി മാറ്റണം. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലമല്ല. ജീവനക്കാരുടെയും അധ്യാപകരുടെയും സർവീസ് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതല്ല സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പം അക്കാഡമിക് സിൻഡിക്കേറ്റ് പക്കായിരിക്കും. അക്കാഡമിക് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കരിക്കുലം ചേഞ്ചും ഈ കോഴ്സിൻ്റെ റീസ്ട്രക്ചറും ഇന്നവേഷൻസും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരിപാടികളൊന്നും നടക്കില്ല. അപ്പം അക്കാഡമിക് സിൻഡിക്കേറ്റ് അത് നമുക്ക് ലോകത്തെ ഓരോ രംഗങ്ങളിലും പ്രാഗൽഭ്യം തെളിയിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ
നമുക്കതിനകത്തേക്ക് നമുക്ക് ക്ഷണിക്കാം. അത്രയും ആളുകളെ അംഗങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു വളരെ വിശാലമായ തോതിലേക്ക് ചെയ്യാം. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തൊഴിൽ കഴിഞ്ഞാൽ അവർക്ക് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ കിട്ടണം, അവർക്ക് ഒന്നുകിൽ തൊഴിൽ കിട്ടണം അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അവരെ സഹായിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി കൂടി അടുത്ത ദിവസം നമ്മൾ പ്രഖ്യാപിക്കും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യം കൂടി പ്രഖ്യാപിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും എല്ലാം ഈ കോഴ്സുകൾ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സപ്പോർട്ട്. ഇപ്പോൾ 10 വർഷമായിട്ട് അൺഎയ്ഡഡ് മേഖലയിലൊന്നും ഒരു പുതിയ കോഴ്സ് പോലും തുടങ്ങാൻ അനുവദിച്ചിട്ടില്ല. 10 വർഷം എന്ന് പറയുന്നത് ഇന്ന് എത്രയോ ദീർഘമായ കാലയളവാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലത്ത്, വളരെ വേഗത്തിൽ അറിവുകൾ ഉണ്ടാകുന്ന ഒരു കാലത്ത് 10 വർഷമായിട്ട് പുതിയ കോഴ്സുകൾ പോലും അനുവദിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം എത്ര ഔട്ട്ഡേറ്റഡ് ആണ്, എത്ര കാലഹരണപ്പെട്ടതാണ് എന്നറിയാം. അപ്പോൾ ഈ കാലഹരണപ്പെട്ട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വളരെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളുമായി പുതിയ കാലത്തിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അക്കാഡമിക് കാര്യങ്ങളിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. അക്കാഡമിക് കാര്യങ്ങളിലും റിസർച്ചിലും നമ്മുടെ പ്രോഗ്രാമുകളിലും ഒക്കെയാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ നമ്മൾ വയ്ക്കുന്നത്. സമഗ്രമായ മാറ്റം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നും ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റാൻ കഴിയുമെന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാർ എന്തുവാണ് നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അത് ആദ്യം തന്നെ പറഞ്ഞു. അതായത് വിദ്യാർത്ഥി യൂണിയൻ ഇലക്ഷൻ നടത്തിപ്പ് നീതിപൂർവമാക്കാൻ വേണ്ടി സ്വതന്ത്ര സ്റ്റുഡൻറ് അക്കാഡമിക് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കും. ക്യാമ്പസ് യൂണിയനുകളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ടുവരും. സർവകലാശാലാ സമിതികളിൽ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺമാരിൽ നിന്ന് റൊട്ടേഷൻ വ്യവസ്ഥയിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം കൊണ്ടുവരും. ഇതാണ് നമ്മൾ അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ഒരു മോഡൽ പാർലമെൻറ്റ് പോലെ കോളേജ് യൂണിയനുകൾ പ്രവർത്തിക്കണം. ഒരു ജനാധിപത്യ ബോധം കൂടി കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാക്കണം. അല്ലാതെയുള്ള അനാവശ്യമായിട്ടുള്ള യാതൊരു ഇടപെടലുകളും ഉണ്ടാകരുത്. അതാണ് സർവ അല്ല നമുക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംസ്ഥാനത്തിൻ്റെ സമീപനങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കും. അതായത് സ്ട്രക്ചറിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇപ്പോൾ UGC പ്രോഗ്രാമും മറ്റ് കാര്യങ്ങളെല്ലാം ഘടനാപരമായി ഉണ്ടാകുന്ന സ്വീകരിക്കും. പക്ഷേ ഓൺ വൺ കണ്ടീഷൻ, നമ്മുടെ മതേതരത്വം, ശാസ്ത്രബോധം, സാമുദായിക സൗഹാർദ്ദം എന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മുടെ അടിസ്ഥാനപരമായ പോളിസികളിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടുള്ള നോ കോംപ്രമൈസ്. അതാണ് കൃത്യമായ ക്ലാരിറ്റിയോട് കൂടിയുള്ള സംഭവമാണ്. സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പൊതുവിദ്യാഭ്യാസവുമായിട്ടുള്ള ബന്ധങ്ങൾ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവരും. ഇതിനാണ് നമ്മളൊരു ഫോക്കസ് കൊടുത്തത്. സാർ പറഞ്ഞു, ഇനി സാറെന്ന് പറഞ്ഞു.